ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ ഉദ്ഗ്രഥനമാണല്ലേ, ഇൻ്റഗ്രേഷൻ 1 ആണല്ലേ. അപ്പോൾ നിങ്ങളുടെ ഉദ്ഗ്രഥനത്തിൻ്റെ ഒരു മാതൃകാ ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓണം എക്സാം 2025-26 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഉദ്ഗ്രഥനം മാതൃകാ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മാതൃകാ ചോദ്യപേപ്പറുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കുട്ടിയുടെ പേര് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതാനുള്ള ഒരു സ്ഥലം നൽകിയിട്ടുണ്ട്. അതേപോലെ വിദ്യാലയത്തിൻ്റെ പേര് എഴുതാനുള്ളൊരു സ്ഥലം നൽകിയിട്ടുണ്ട്. ഡിവിഷൻ എഴുതാനുള്ളൊരു സ്ഥലം നൽകിയിട്ടുണ്ട്. പിന്നെ അധ്യാപകൻ്റെ ഒപ്പ്, രക്ഷിതാവിൻ്റെ ഒപ്പ്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. പിന്നെ അതിൻ്റെ ഇപ്പുറം വശത്ത് തന്നെ നിങ്ങൾക്ക് പ്രവർത്തനങ്ങളും അതിൽ ലഭിച്ച ഗ്രേഡുകളും എഴുതാനുള്ള ഒരു സ്ഥലവും നൽകിയിട്ടുണ്ട്. നിർദ്ദേശങ്ങളായിട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. അപ്പോൾ കൂട്ടുകാർ ഒരു പ്രവർത്തനം പോലും വിടരുത്. നിങ്ങൾക്ക് എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ മാതൃകാ ചോദ്യപേപ്പറിൽ തന്നതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ചോദ്യപേപ്പറിലും നിങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും എഴുതിയിരിക്കണം. നിങ്ങളുടെ 1ാം ദിനത്തിൻ്റെ പേപ്പറാണ്, അതായത് ഇൻ്റഗ്രേഷൻ 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രമ നമ്പറുകളും പ്രവർത്തന നമ്പറും പ്രവർത്തനങ്ങളും അവിടെ നൽകിയിട്ടുണ്ട്. വായിക്കാം, എഴുതാം, സംഭാഷണം, ഡയറി എഴുതാം, കടങ്കഥ, പോസ്റ്റർ തയ്യാറാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പരിസര പഠന ബുക്കിൽ നിന്നും ജലസ്രോതസ്, മാന്ത്രിക പേപ്പർ, ക്രമപ്പെടുത്താം, കലണ്ടർ, വിശേഷം, തൊഴിലുകൾ, ഇത്രയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിലവാര സൂചിക എഴുതാനുള്ള കള്ളിയും ഗ്രേഡ് എഴുതാനുള്ള കള്ളിയും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അടുത്ത പേജിൽ നിങ്ങൾക്ക് ഭംഗിയുള്ളൊരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ, അപ്പോൾ അത് നിറം നൽകാനാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് നല്ല വൃത്തിയിൽ നിറം കൊടുക്കുക, ഭംഗിയാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എക്സാമിന് പോകുമ്പോൾ കളർ പെൻസിൽ കൊണ്ടുപോകാൻ മറക്കരുത്, അത് നിങ്ങൾക്ക് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് കളറ് കൊടുക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും മറക്കാതെ തന്നെ കളറുകൾ കൊണ്ടുപോകണം കേട്ടോ. അടുത്തത് പ്രവർത്തനം 1, വായിക്കാം, എഴുതാം എന്ന് പറയുന്നതാണ്. ഈ മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക? അമ്മ പൂമ്പാറ്റ പറഞ്ഞു. വിശന്നിട്ടു വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം, കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു. മഴ കുറഞ്ഞല്ലോ മക്കളെ, വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. അമ്മ പൂമ്പാറ്റയുടെ പിന്നാലെ കുഞ്ഞു പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിലെത്തി. നേരം വൈകി, വേഗം കുടിച്ചോളൂ, പെട്ടെന്ന് നേരം ഇരുട്ടി. കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലെത്തുക? ഇതു കണ്ട മിന്നാമിനുങ്ങ് അവരോട് പറഞ്ഞു. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം, എൻ്റെ പിന്നാലെ വന്നോളൂ. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ എല്ലാ കൂട്ടുകാരും നന്നായി വായിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൽ കഥകളെല്ലാം തരും, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ കഥ നന്നായി വായിച്ചിട്ട് വേണം കൂട്ടുകാർ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. കഥ വായിച്ചല്ലോ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഈ കഥ നിങ്ങൾ നന്നായി വായിക്കണം, എന്നിട്ട് നമ്മളോട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ആണ്, ആരാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താൻ സഹായിച്ചത്? അപ്പോൾ അത് വായിച്ചപ്പോൾ കൂട്ടുകാർക്ക് ആരാണെന്നാണ് മനസ്സിലായത്? മിന്നാമിനുങ്ങാണല്ലേ. അടുത്തത്, നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? അവർ കരയാൻ തുടങ്ങി. അടുത്തത് സി ക്വസ്റ്റ്യൻ, വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം, ഇത് പറഞ്ഞത് ആരാണ്? കുഞ്ഞു പൂമ്പാറ്റകളാണല്ലേ. അടുത്ത ചോദ്യം, എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? ഉത്തരം, മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൽ കുഞ്ഞു പൂമ്പാറ്റകൾ പറന്നുപോയി. അടുത്തത് ഈ ചോദ്യം, താഴെ കൊടുത്ത പേരുകളിൽ ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ എന്താണ് ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേര്? അതിൽ എന്തൊക്കെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്? മഴക്കാലം, പൂന്തോട്ടം, മിന്നാമിനുങ്ങിൻ്റെ സഹായം, തളിരിലകൾ എന്നിങ്ങനെ 4 പേരുകൾ നൽകിയിട്ടുണ്ടല്ലേ. അതിന് ഏറ്റവും അനുയോജ്യമായ പേരാണ് മിന്നാമിനുങ്ങിൻ്റെ സഹായം എന്ന് പറയുന്ന പേര് അല്ലേ. അടുത്തതാണ് പ്രവർത്തനം 2, സംഭാഷണം. അപ്പോൾ പ്രവർത്തനം 2 തന്നിട്ടുള്ളത് കൂട്ടുകാരെ സംഭാഷണമാണ്. അപ്പോൾ ആര് തമ്മിലുള്ള സംഭാഷണമാണ് എന്ന് നമുക്ക് നോക്കാം. പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയും എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും? സംഭാഷണം എഴുതുക. അപ്പോൾ നമ്മുടെ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയുമാണ് സംഭാഷണത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അവർ പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയുമാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? അതാണ് നമ്മളോട് സംഭാഷണമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിന്നാമിനുങ്ങ് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് കുഞ്ഞു പൂമ്പാറ്റയോട്, എന്താ കരയുന്നത് എന്ന് അല്ലേ.
അപ്പോൾ എന്താണ് നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ പറയുന്നത്? എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം മിന്നാമിനുങ്ങ് ചോദിക്കുന്നുണ്ട്, നിനക്ക് പൂവിലെ തേൻ നുകർന്നു കുടിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു പൂമ്പാറ്റ പറയാണ്, പക്ഷേ മഴ പെയ്താലോ, നേരം ഇരുട്ടിയില്ലേ, എനിക്ക് പേടിയാണ് എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം മിന്നാമിനുങ്ങ് എന്താണ് പറയുന്നത്? നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ എൻ്റെ വെളിച്ചത്തിൽ വീട്ടിലേക്ക് പോകാൻ സഹായിക്കാം എന്നാണ് പറയുന്നത്. അപ്പം മിന്നാമിനുങ്ങ് ഒരു ആശ്വാസമായി മാറാണല്ലേ കുഞ്ഞു പൂമ്പാറ്റയ്ക്ക്. അപ്പോൾ കുഞ്ഞു പൂമ്പാറ്റ പറയുന്നുണ്ട്, ഒരുപാട് നന്ദി, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവർ തമ്മിലുള്ള ഒരു സംഭാഷണം. അപ്പോൾ കൂട്ടുകാരോട് സംഭാഷണം എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർ ലളിതമായ ഭാഷയിൽ കൂട്ടുകാർക്ക് അറിയാവുന്ന പോലെ എഴുതിയാൽ മതി. എന്താണ് അടുത്ത പ്രവർത്തനം? പ്രവർത്തനം 3, ഡയറി എഴുതാം. അപ്പോൾ ഡയറി കുറിപ്പ് എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ് പ്രവർത്തനം 3. അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി വീട്ടിലെത്തി. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പൂമ്പാറ്റ ഡയറി എഴുതുവാൻ തുടങ്ങി. അവൾ എന്തായിരിക്കും എഴുതിയത്? ഡയറി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി വീട്ടിലെത്തിയല്ലേ. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പൂമ്പാറ്റ എന്തൊക്കെയായിരിക്കും അവളുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക? അത് നമ്മളോടൊന്ന് എഴുതി നോക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഡയറി എഴുതുമ്പോൾ കൂട്ടുകാർ ആദ്യം തന്നെ എഴുതേണ്ടത് ഡേറ്റും ദിവസവുമാണ്. അതൊരിക്കലും മറക്കരുത്. തീയതിയും ദിവസവും എന്തായാലും എഴുതിയിരിക്കണം. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുള്ളൊരു തീയതിയാണ് 21/8/2022 ശനി എന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഡയറി എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഇന്ന് വൈകുന്നേരം ഞാൻ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാൻ പുറപ്പെട്ടു. മിന്നാമിനുങ്ങും കുഞ്ഞു പുഴുക്കളും കൂടി സന്തോഷത്തോടെ കളിച്ചു. പുഷ്പങ്ങളുടെ മണം വളരെ മനോഹരമായി. എനിക്ക് വളരെ സന്തോഷമായി. കുഞ്ഞു പൂമ്പാറ്റകൾ പൂവിലെ തേൻ നുകർന്നു കുടിക്കാൻ തുടങ്ങി. അവർക്ക് വിശപ്പ് അകറ്റാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് നേരം ഇരുട്ടുകയും മഴ പെയ്യുകയും ചെയ്തു. ഞങ്ങൾക്കാകെ പേടിയായി. പക്ഷേ ഞങ്ങളെ സഹായിക്കാനായി അവിടെ മിന്നാമിനുങ്ങ് വന്നെത്തി. അവൻ ഞങ്ങൾക്ക് അവൻ്റെ വെളിച്ചത്തിൽ വീട്ടിലേക്ക് വരാൻ വേണ്ടി സഹായിച്ചു. അവൻ ഞങ്ങൾക്ക് നല്ലൊരു സുഹൃത്തും വഴികാട്ടിയുമായിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇതാണ് അമ്മ പൂമ്പാറ്റ എഴുതിയിട്ടുള്ള ഡയറി. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡയറി എഴുതേണ്ടത്. കൂട്ടുകാർക്ക് അറിയാവുന്നതുപോലെ എഴുതിയാൽ മതി. പക്ഷേ തീയതിയും ദിവസവും എഴുതാൻ ഒരിക്കലും മറക്കരുത്. അടുത്തത് പ്രവർത്തനം 4, ജലസ്രോതസ്. കുഞ്ഞനാമയുടെ വിളി കേട്ടാണ് പൂമ്പാറ്റകൾ ഉണർന്നത്. ഇന്നലെ ശക്തമായ മഴയിൽ എൻ്റെ താമസ സ്ഥലം നിറഞ്ഞു. നമുക്ക് കാണാൻ പോയാലോ? പൂമ്പാറ്റകൾ കുഞ്ഞനാമയോടൊപ്പം അവിടേക്ക് പോയി. അപ്പോൾ എന്താണ് കൂട്ടുകാരെ പറയുന്നത്? അതെ, പൂമ്പാറ്റകളെല്ലാം ഉണർന്നത് ആരുടെ വിളി കേട്ടിട്ടാണ്? കുഞ്ഞനാമയുടെ വിളി കേട്ടിട്ടാണല്ലേ. അപ്പോൾ ഇന്നലെ ശക്തമായ മഴയിൽ കുഞ്ഞനാമയുടെ താമസ സ്ഥലം എല്ലാം നിറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പൂമ്പാറ്റകളെ കുഞ്ഞനാമ അവിടേക്ക് കൊണ്ടുപോയി അല്ലേ. അപ്പോൾ എന്താണ് ആദ്യത്തെ ചോദ്യം? അപ്പോൾ അവിടെ കുഞ്ഞനാമയുടെ വാസസ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ചിത്രത്തിൽ കാണുന്നത് ഏത് ജലസ്രോതസ്സാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അത് ഏത് ജലസ്രോതസ്സാണ് കൂട്ടുകാരെ? നമുക്കറിയാമല്ലേ, അതൊരു കുളമാണ്. അവിടെയാണ് കുഞ്ഞനാമ താമസിക്കുന്നത്. അപ്പോൾ ബി ചോദ്യം എന്താണ്? താഴെ കൊടുത്തവയിൽ നിന്നും ജലസ്രോതസ്സുകൾ വരച്ചു യോജിപ്പിക്കുക. അപ്പോൾ കൂട്ടുകാരെ താഴത്ത് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ജലസ്രോതസ്സ് ഏതാണ് എന്നുള്ളത് നമ്മളോട് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ ഏതൊക്കെ ജലസ്രോതസ്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? കിണർ, തടാകം, അതുപോലെ കടൽ, പുഴ, പിന്നെ തോട് എന്നീ ജലസ്രോതസ്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഇതുപോലെ നിങ്ങൾ ആ ജലസ്രോതസ്സ് എന്നുള്ള ആ ഒരു ബോക്സിലേക്ക് വരച്ച് ചേർക്കണം കേട്ടോ. അടുത്തത് സി ചോദ്യം എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതുക. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നദിയെക്കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യം ഞാനവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ ഏതിനെ കുറിച്ചാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അതവിടെ ഹെഡിങ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നദി നമ്മുടെ ഒരു പ്രധാന ജലസ്രോതസ്സാണ്. മലകളിൽ നിന്നും വെള്ളം ഒഴുകി വരുമ്പോൾ അത് ചേർന്നുണ്ടാകുന്നതാണ് നദി. നദിയിലെ വെള്ളം നമ്മൾ കുടിക്കാനും പാടങ്ങൾ കൃഷി ചെയ്യാനും ഉപയോഗിക്കുന്നു. മത്സ്യങ്ങൾക്കും മറ്റു ജലജീവികൾക്കും നദിയാണ് വീട്. നദി നമ്മുടെ ജീവിതത്തിന് വളരെ ആവശ്യമാണ്. അതിനാൽ നദിയെ ശുദ്ധമായി സൂക്ഷിക്കണം. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് 4-5 സെൻറ്റൻസുകൾ കൂട്ടുകാരെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർക്ക് ഈ ഒരു മാതൃകാ ചോദ്യപേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്ഗ്രഥനം 1-ാം ദിവസത്തേതാണ് ഇത്. ഇനിയുള്ള നിങ്ങളുടെ എല്ലാ പരീക്ഷകളുടെയും ഇതുപോലെയുള്ള മാതൃകാ ചോദ്യപേപ്പറുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയ എല്ലാ പ്രവർത്തനങ്ങളും അതിലെല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായി എക്സാം എഴുതണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.